പ്രശ്നം കേട്ടോ, മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണ്, BJP അലവലാതി പാർട്ടി. വലിയ പ്രതികരണമാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു വലിയ രാഷ്ട്രീയക്കാരൊക്കെ ഇങ്ങനെ നോക്കിക്കാണുന്ന ഒരു നേതാവിൻ്റെ ഭാഗത്തു നിന്നാണ് ഇത്തരം പ്രതികരണം വന്നത്. ആരാണ് ഈ നേതാവ്, എന്താണ് വിശദാംശങ്ങൾ? ശരിയാണ്, മറ്റാരുമല്ല, നമ്മുടെ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനാണ് ഈ പ്രതികരണം നടത്തിയത്. ഇത് പാലക്കാട്, ചേലക്കര, വയനാട് ഉപതെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണം തേടി കണിച്ചിക്കുളങ്ങരയിലെ വീട്ടിൽ മാധ്യമപ്രവർത്തകർ ചെന്നു. അപ്പോഴാണ് ഈ പ്രതികരണം ഉണ്ടായത്. പ്രതികരിക്കാൻ പറ്റിയ ആളാണ്. അതെ, അദ്ദേഹം പിന്നെ എന്തിനെക്കുറിച്ചും പ്രതികരിക്കും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു BJP വലിയ CPM-നെ പോലെ കേഡർ പാർട്ടിയാണെന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ആ കേഡർ സ്വഭാവമൊന്നും കാണുന്നില്ല. വാളെടുത്തവനെല്ലാം വെളിച്ചപ്പാട്, എല്ലാം തോന്നിവാസം പറയുന്നു, വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറയുന്നു, പരസ്പരം കുറ്റപ്പെടുത്തുന്നു. ഈ BJP കേഡർ പാർട്ടിയൊന്നുമല്ല, ഇത് അലവലാതി പാർട്ടിയാണ് എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. അദ്ദേഹം ഈ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ എന്നറിയില്ല. അദ്ദേഹം പറഞ്ഞു മുസ്ലിം ലീഗ് പിന്നെ മുസ്ലിം കൂട്ടായ്മ, മുസ്ലിങ്ങളുടെ കൂട്ടായ്മയാണ്, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നു, അതുകൊണ്ട് മുസ്ലിം ലീഗ് വർഗീയ പാർട്ടി തന്നെ, ഒരു സംശയവുമില്ല എന്നാണ് അദ്ദേഹം പ്രതികരിച്ചു. അവരുടെ വർഗത്തിന് വേണ്ടി നിൽക്കുന്ന പാർട്ടി. എന്തായാലും ഇത് കടുത്ത സൈബർ ആക്രമണം അദ്ദേഹത്തിന് നേരെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് പുത്തരിയല്ല. അതെ, അദ്ദേഹത്തിന് സൈബർ ആക്രമണം ഒരു പുതിയ കാര്യമല്ല. അദ്ദേഹം അതിലൊട്ടും ചഞ്ചലനുമല്ല. അദ്ദേഹത്തിന് ഇതൊന്നും കാലിന് കാറ്റ് പിടിച്ച പോലെയാണ് മൂപ്പരിയിരിക്കുന്നത്. ഇതൊന്നും നമുക്ക് ഇതൊക്കെ എത്ര കണ്ടതാ എന്ന മട്ടിലാണ് അദ്ദേഹം പ്രതികരിക്കുന്നത്. അപ്പോൾ മൂപ്പര് എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞതിനകത്ത് അദ്ദേഹം ആദ്യം BJPയെ കുറിച്ചാണ് പ്രതികരിച്ചത്. BJPയെ കുറിച്ച് ഇവർ ചോദിച്ചു, അല്ല തെരഞ്ഞെടുപ്പ് ഫലം എന്താണ്, അങ്ങേക്ക് എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചപ്പോഴാണ് മൂപ്പർ ഇത്ര വിശാലമായിട്ട് പറഞ്ഞത്. ഒരു കണക്കിന് ഒന്ന് ആലോചിച്ച് നോക്കുക. അദ്ദേഹം അതിനെ നമുക്ക് മറ്റൊരു രീതിയിലൊന്ന് കണ്ടുവെക്കാം. അദ്ദേഹം ഈ BJPയിൽ നിന്ന് വളരെയധികം പ്രതീക്ഷിക്കുന്നുണ്ട്. കേരളത്തിൽ ഈ LDFനും UDFനും ഒരു മൂന്നാം ബദൽ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. തീർച്ചയായും. അപ്പോൾ സത്യത്തിൽ അവരൊക്കെ വോട്ട് ചെയ്യുന്നത് കൊണ്ടാണ് പലപ്പോഴും BJPയുടെ വോട്ട് വിഹിതം വർദ്ധിക്കുന്നത്. ഇപ്പോൾ ഈ പാലക്കാട് പോലും പാലക്കാട് വലിയ തിരിച്ചടിയാണ് കിട്ടിയത്. എങ്കിലും ഒരു 40,000-നടുത്ത് വോട്ട് കിട്ടിയില്ലേ BJPക്ക്? ചെറിയ കാര്യമാണോ? അല്ല, BJPക്കാർ അവിടെ വോട്ട് ചെയ്തിട്ടില്ല എന്നുള്ള സത്യമാണ്. എന്നിട്ട് 40,000 വോട്ട് കിട്ടി. അപ്പോൾ BJPക്കാരുടെ വോട്ട് കൂടെ കിട്ടിയിരുന്നെങ്കിലോ? അത് നല്ല ചോദ്യമാണ്. അത് BJPക്കാർ ചിന്തിക്കട്ടെ, നേതൃത്വം ചിന്തിക്കട്ടെ. അവർ അതിനുള്ള വീഴ്ചകൾ പരിഹരിച്ച് മുന്നോട്ട് പോകുന്ന കാര്യം അവരാലോചിക്കും. തീർച്ചയായും. എന്തായാലും വെള്ളാപ്പള്ളി നടേശൻ ഒരു കൃത്യമായൊരു ചൂണ്ടയാണ് ഇട്ടിരിക്കുന്നത്. ഒരു നല്ല അടിയാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്നത്. CPM-നെ പോലെ കേഡർ സ്വഭാവമുള്ള ഒരു പാർട്ടിയാണ് BJP എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ അത് പോയി, അങ്ങനൊരു കാര്യമേ ഇല്ല എന്ന് അദ്ദേഹം പറയണമെങ്കിൽ അദ്ദേഹത്തിന് എന്തുമാത്രം BJPയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾക്ക്, അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന പ്രതീക്ഷകൾക്ക് മങ്ങലേറ്റിട്ടുണ്ടാവും. കാരണം അദ്ദേഹത്തിൻ്റെ മകൻ ഉൾപ്പെടുന്ന, അദ്ദേഹം കൂടി നേരിട്ടിടപെട്ട, അദ്ദേഹത്തിൻ്റെ അനുഗ്രഹാശിസ്സുകളോടുകൂടി സ്ഥാപിച്ച, രൂപം കൊടുത്തൊരു പാർട്ടിയാണ് BDJS. BJPയുടെ സഖ്യകക്ഷിയാണ് കേരളത്തിൽ, അല്ലേ? NDA മുന്നണിയിലാണ്. അപ്പോൾ അങ്ങനെ ഒരു മുന്നണിക്കകത്ത് നിന്നുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മകൻ ആ പാർട്ടിയിൽ നിന്ന് ഇവിടെ BJPയുടെയും കൂടി മത്സരിച്ച് വോട്ട് നേടിയ ആളാണ്. വിജയിച്ചില്ല, അത് പോട്ടെ. പക്ഷെ എന്നാലും ഇപ്പോൾ കോട്ടയത്ത് പോലും അദ്ദേഹം നല്ല വോട്ട് പിടിച്ചു. അല്ല, തന്ത്രപരമായ ഒരു നിലപാട് എടുക്കുകയാണ്. അച്ഛൻ CPM-ന്റെ ഒപ്പവും മകനെ മെല്ലെ NDA കേന്ദ്ര ഭരണകക്ഷിയുടെ ഒപ്പവും, അമിത്ഷായുടെ ഒപ്പവും. അപ്പൊ പേടിക്കണ്ടല്ലോ, EDയും വരില്ല, കേരളത്തിലെ പോലീസും വരില്ല. ഞാൻ പിണറായിക്കൊപ്പം, മകൻ അമിത്ഷായ്ക്കൊപ്പം. കേരളത്തിൽ ഭരണം മാറിയ കോൺഗ്രസ്. ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ എതിരാളികളെല്ലാം ഈ കാര്യത്തെ കുറ്റപ്പെടുത്തുന്നത്, ചൂണ്ടിക്കാണിക്കുന്നത്. അതൊരു കഴിവ് തന്നെയാണ്. എന്നാലും ആ കഴിവ് സമ്മതിക്കും. പക്ഷെ അദ്ദേഹം പറഞ്ഞതിനകത്ത് വാസ്തവമില്ലേ? സത്യമാണ്. നമ്മളൊന്ന് ആലോചിച്ചു. കേഡർ പാർട്ടിയായ BJPക്ക് പല കാര്യങ്ങളിലും വീഴ്ച സംഭവിക്കുന്നു. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പുകളിൽ നിങ്ങളൊന്ന് നോക്കൂ. തൊട്ടപ്പുറത്ത് ചേലക്കരയിൽ ക്രമാനുഗതമായിട്ട് BJP വോട്ട് വർദ്ധിപ്പിക്കുന്നുണ്ട്. 10,000 വോട്ട്. അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാളും 9,000 ചില്ലുവാനും 10,000-നടുത്ത് വോട്ട് വർദ്ധിപ്പിച്ചു. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാളും 4,000 ചില്ലുവാനും ഏതാണ്ട് 5,000-നടുത്ത് 4,500-നടുത്ത് വോട്ട് വർദ്ധിപ്പിച്ചു. ചെറിയ കാര്യമല്ലല്ലോ അത്. അല്ലല്ല. അപ്പോൾ BJPക്ക് കേഡർ സ്വഭാവം ഉണ്ട്, അത് വേണമെങ്കിൽ പ്രകടിപ്പിക്കാം. അത് കൃത്യമായിട്ട്
എന്നാൽ അവിടെയും മത്സരിച്ചത് ഒരു ചെറുപ്പക്കാരനാണ്, ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ്. അദ്ദേഹം ജനപ്രതിനിധിയാണ്, പഞ്ചായത്ത് മെമ്പറാണ്, തിരുവല്ലാമലയിൽ വൈസ് ചെയർമാനായിരുന്നു പഞ്ചായത്തിൻ്റെ. ഇതൊക്കെയാണ്. അദ്ദേഹം ജനകീയനായ അദ്ദേഹം മത്സരിച്ചപ്പോൾ ഇത്രയും വോട്ട് കിട്ടി. ചെറിയ കാര്യമാണോ അത്? അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ BJPയെ തിരുത്തുന്നെങ്കിൽ തിരുത്തട്ടെ എന്ന ഒരു കാഴ്ചപ്പാടോടുകൂടി പറഞ്ഞതായിരിക്കില്ലേ ഇത്? അതിനും സാധ്യതയുണ്ടല്ലോ. അപ്പോൾ പക്ഷെ അദ്ദേഹത്തിനെതിരെ മാരകമായ സൈബർ ആക്രമണമാണ് നടക്കുന്നത്. എനിക്ക് BJPക്കാരാണോ ലീഗുകാരാണോ എന്നൊന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അദ്ദേഹത്തിനെ ഭീകരമായിട്ട് അങ്ങ് ആക്രമിക്കുകയാണ്. പിന്നെ മൂപ്പർക്ക് ഇതൊന്നും ഒരു വിഷയമല്ല, അതുകൊണ്ട് പുള്ളിയെ ഇത് ബാധിക്കത്തുമില്ല. ഇനി ലീഗിനെ അദ്ദേഹം പറഞ്ഞതും ശ്രദ്ധേയമാണ്. ലീഗ് മുസ്ലിങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് എന്ന് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞു ലീഗ് മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള എല്ലാ മണ്ഡലത്തിലും ലീഗ് മുസ്ലിങ്ങളെ മത്സരിപ്പിക്കുകയുള്ളൂ. ഈ സംവരണ മണ്ഡലത്തിൽ മാത്രമാണ് മുസ്ലിം അല്ലാത്തൊരാളെ മത്സരിപ്പിക്കുന്നത്. ഇത് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് വാസ്തവല്ലേ? അത് ലീഗ് ഒരു വർഗീയ പാർട്ടിയാണ്, ഒരു സംശയമൊന്നുമില്ല. പക്ഷെ ലീഗ് ഒരു തീവ്രവാദ പാർട്ടിയല്ല. അങ്ങനെ അദ്ദേഹവും പറഞ്ഞിട്ടില്ല. ലീഗ് തീവ്രവാദികളാണെന്നോ അവർക്ക് ഭീകരതയുണ്ടെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞു നമ്മുടെ വർഗത്തിന് വേണ്ടി വാദിക്കുന്നു, അതുകൊണ്ട് വർഗീയ. ശരിയാണ്. ഒരർത്ഥത്തിൽ അദ്ദേഹം BJPയെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ഒരു ശരി മുസ്ലിം ലീഗിന്റെ കാര്യത്തിലുണ്ട്. പക്ഷെ ഒരു സംശയം, ഈ വർഗീയത എന്ന് പറയുന്ന ആ ഒരു ടേം ഉണ്ടല്ലോ, അതിനെ ഭൂരിഭാഗം ആളുകളും പറയുന്നത് നമ്മുടെ മതവും ജാതിയും നമ്മുടെ ആ രീതിയിലാണ് നോക്കിക്കാണുന്നത്. യഥാർത്ഥത്തിൽ വർഗീയത എന്ന് പറയുന്ന ഒരു സംഭവം ഒരുപാട് അർത്ഥമുണ്ടായിന്. അതായത് മതത്തിന്റെയും ജാതിയുടെയും അടിസ്ഥാനത്തിൽ മാത്രമായിട്ട് വർഗീയതയെ കാണാൻ പറ്റില്ല എന്നും, ഒരു വർഗം ഏതൊരു വർഗം ആയിക്കോട്ടെ, ഇപ്പം തൊഴിലാളി വർഗം, മറ്റേ മുതലാളി വർഗം, ഇങ്ങനെ ഓരോ വർഗത്തിന് വേണ്ടി ഉണ്ടാക്കുന്ന സിദ്ധാന്തങ്ങളെല്ലാം നമുക്ക് വർഗീയതയായി പറയാം. എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിപ്പിടിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയെ നമുക്ക് വർഗീയത അല്ലാത്ത പാർട്ടി എന്ന് പറയാം. അതുകൊണ്ടാണല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും കമ്മ്യൂണിസ്റ്റുകാരെയും ഒക്കെ കമ്മ്യൂണിസം തന്നെ ഒരു മതമാണ് എന്ന് പറയുന്നത്. അതെ, അതൊരു വർഗീയതയാണ് എന്ന് പറയുന്നത്. തൊഴിലാളി വർഗ സർവാധിപത്യം എന്ന് പറയുന്ന ഒരു പാർട്ടി വർഗീയ പാർട്ടി തന്നെയാണ്. പക്ഷെ മതത്തെ മാത്രമാണ് ഇവർ പറയുന്നത്, ജാതി. അതെ, അതൊരു കുറവാണ്. അങ്ങനെ മതത്തെ മാത്രം പറയേണ്ട കാര്യമില്ല. ഇവിടെ ഈ മുസ്ലിം ലീഗിന്റെ വർഗീയത ഇത്രയേ ഉള്ളൂ. 10 സ്കൂൾ അനുവദിക്കുമ്പോൾ ഞങ്ങൾക്ക് 5 എണ്ണം കിട്ടണം, ബാക്കി 5 എണ്ണം നിങ്ങളൊക്കെ എടുത്തോ. പക്ഷെ ഞങ്ങൾക്ക് 5 എണ്ണം കിട്ടണം. ഇത്രയേ ഉള്ളൂ അവരുടെ വർഗീയത. അതൊരു തരം കച്ചവടം. പക്ഷെ അവര് വലിയ അപകടകാരികളല്ല. മാത്രമല്ല പല സമയങ്ങളിലും മിതത്വം പുലർത്തിയിട്ടുണ്ട്, സമാധാനത്തിന്റെ മാർഗം സ്വീകരിച്ചിട്ടുണ്ട്. അതൊക്കെ സത്യമാണ്. വെള്ളാപ്പള്ളി നടേശനും അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അദ്ദേഹം അല്ലാതെ മുസ്ലിം ലീഗിനെ ചീത്ത പറയാനായിട്ട് അല്ലെങ്കിൽ ഇത് ഒരു ബാലൻസ് ചെയ്ത് പറയാനായിട്ട് ശ്രമിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പറഞ്ഞു വന്നപ്പോൾ പൊതുവെ അദ്ദേഹം അങ്ങനെയാണ്. അദ്ദേഹം പറയുന്ന കാര്യങ്ങളെല്ലാം എപ്പോഴും വിവാദമാകും. അത് ഒരു പക്ഷേ ഈ പറഞ്ഞു വരുമ്പോൾ അതിന് ഒരു തലതിരിഞ്ഞ അർത്ഥം ആൾക്കാർ കൽപ്പിക്കും, ഈ കേൾക്കുന്നവർ കൽപ്പിക്കും. അങ്ങനെ പലപ്പോഴും അദ്ദേഹം പല വിവാദങ്ങളിലും പെട്ടിട്ടുണ്ട്. ഏഷ്യാനെറ്റിനെയൊക്കെ അദ്ദേഹം ആക്ഷേപിച്ചറിയല്ലോ, മെഴുകിക്കളഞ്ഞല്ലോ എന്ന് പറഞ്ഞ്. അതിന് മുമ്പൊരു വാക്ക് ഉപയോഗിച്ചു അദ്ദേഹം. വലിയ തോതിൽ അത് ചർച്ചയായതാണ് അതൊക്കെ. അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ അദ്ദേഹം നമ്മുടെ അഡ്വക്കേറ്റ് ജയശങ്കർ സാറൊക്കെ പറയുന്നത് പോലെ നടേശ ഗുരു അദ്ദേഹത്തെ പറയാറുണ്ട്. പക്ഷെ എന്തായാലും ആ വെള്ളാപ്പള്ളി നടേശൻ വളരെ തന്മയത്വത്തോടു കൂടി ഉചിതമായി ഊരുളയ്ക്ക് ഉപ്പേരി പോലെ കൊള്ളേണ്ടടത്ത് കൊള്ളുന്ന വിധത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. അത് BJPക്കാർ മനസ്സിലാക്കിയാൽ അവർക്ക് കൊള്ളാം, ലീഗുകാർ മനസ്സിലാക്കിയാൽ അവർക്കും കൊള്ളാം. അതിനപ്പുറത്തേക്ക് നമുക്കൊന്നും അറിയാനില്ല. പക്ഷെ അതിൻ്റെ കൂടെ ഒരു കാര്യമുള്ളത്, ഇതിന് തൊട്ട് മുമ്പ് വരെ കുറച്ച് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരാഴ്ച മുമ്പ് വരെ അദ്ദേഹം CPM വല്ലാതെ പണിഞ്ഞിരുന്നു. പക്ഷെ ഇപ്പൊ അത് ഒന്ന് സ്ലോ ആക്കിയിട്ടുണ്ട്. എന്താണ് അതിന്റെ കാരണം എന്ന് എനിക്കറിയില്ല. ഇവിടെ CPM പ്രസക്തമല്ല, അതുകൊണ്ടാണ് ആ പുള്ളിക്ക് ആരെ കൊട്ടണമെന്ന് അറിയാം നന്നായിട്ട്. കറക്റ്റ് സമയത്ത് ആരെ കൊട്ടണം തലയ്ക്ക് തന്നെ കൊട്ടുകയും ചെയ്യും അദ്ദേഹം. അത് കൃത്യമാണ്. ഈ അടിക്കുമ്പോൾ മസ്തകത്തിന് അടിക്കണമെന്നൊരു ചൊല്ലുണ്ടല്ലോ, അതുപോലെയാണ് വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹത്തിന് മർമ്മം അറിയാം, മർമ്മത്തെ തന്നെ അടിക്കും. പക്ഷെ അദ്ദേഹത്തെ തെറിവിളിക്കാതെ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ളത് ഈ രണ്ട് പാർട്ടികളും ഇരുത്തി ചിന്തിച്ചാൽ നല്ലത്. അതെ.